ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. സപ്താഹയജ്ഞത്തിൻ്റെ ആ ഒരു ഗുണം, അതിൻ്റെ ഒരു പവിത്രത എന്താണെന്ന് നാരദർക്ക് വീണ്ടും സനകാദികൾ മറ്റൊരു കഥയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. കലികാലത്ത് സപ്താഹം കേട്ടാൽ അല്ലെങ്കിൽ സപ്താഹയജ്ഞത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കെടുത്താൽ പാപമോചിതനായി സദ്ഗതി കിട്ടും എന്നതിനുള്ള തെളിവാണ് ദുന്ധുകാരിയുടെ കഥ. തുംഗഭദ്രാ നദിയുടെ തീരത്ത് പണ്ട് ആത്മദേവൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വേദവും ഉപനിഷത്തുക്കളും എല്ലാം പഠിച്ച് വലിയ പണ്ഡിതനായിത്തീർന്നു. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വളരെ എളിയ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. വിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. ആർക്കും എന്തു സഹായവും എപ്പോഴും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരാണ് ദുന്ധുലി. അവർ വലിയ സുന്ദരിയായിരുന്നു കേട്ടോ. അവർക്കതിൻ്റെ ചെറിയൊരു അഹങ്കാരമുണ്ട്. ആത്മദേവനെ പോലെ അത്ര വിനയമുള്ള ആളൊന്നുമല്ല. എല്ലാവരും അവരെ അംഗീകരിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്കുണ്ട്. തൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവരുടെ പണി. ഒരു നല്ല മാല ഇട്ടാൽ ആ മാല എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഒരു നല്ല പൊട്ട് കുത്തിയാൽ ആ പൊട്ടെല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ മുഖം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ആ സൗന്ദര്യം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. കല്യാണം കഴിഞ്ഞിട്ട് അനവധി കാലം അങ്ങനെ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. പക്ഷേ ആത്മദേവൻ ഒരു സങ്കടമുണ്ട്. ഇത്ര കാലമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അവനവനൊരു അനന്തരാവകാശി വേണ്ടേ? ഈ വിഷമം അദ്ദേഹത്തിനെ വല്ലാതെ വേട്ടയാടി. അനവധി ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും എല്ലാം ചെയ്തു നോക്കി. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. അവസാനം അദ്ദേഹത്തിനെ നിരാശ ബാധിച്ചു. അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ നടന്ന് കാട്ടിലെത്തി. വളരെ ശാന്തമായിട്ടുള്ള കാടാണ് കേട്ടോ. കിളികളുടെയും ചെറുജീവികളുടെയും ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാട്. അങ്ങനെ നടന്ന് അദ്ദേഹം ഒരു പുഴയുടെ കരയിലെത്തി. വല്ലാതെ ദാഹിച്ചിരുന്നു. അപ്പോൾ പുഴ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നല്ല തെളിഞ്ഞ വെള്ളം. രാവിലെ പോന്നതാണ് വീട്ടിൽ നിന്ന്. ഒന്നും കഴിച്ചിട്ടില്ല. ഈ സങ്കടം കാരണം ഇറങ്ങി പോന്നതാ. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. വേഗം ആ പുഴയിലിറങ്ങി നല്ലോണം വെള്ളം കുടിച്ചു. നല്ല സുഖമായി, നല്ല തെളിനീരാണ്. ആ വെള്ളം കുടിച്ചതോടെ അദ്ദേഹത്തിന് വളരെ ആശ്വാസമായി. പോയ ഊർജ്ജമൊക്കെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. അങ്ങനെ അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നടക്കുമ്പോൾ ഒരു ആശ്രമം കണ്ടു. അതിൻ്റെ മുമ്പിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്. ആ സന്യാസിയുടെ മുഖത്ത് എന്തൊരു തേജസ്സാണെന്നറിയോ? അദ്ദേഹം ഒരു മഹാനാണെന്ന് മനസ്സിലാക്കി ആത്മദേവൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. അദ്ദേഹം നന്നായിട്ട് അനുഗ്രഹിച്ചു ആത്മദേവനെ. അപ്പോൾ ആത്മദേവന് തോന്നി ഇദ്ദേഹത്തിനോട് തൻ്റെ വിഷമങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായാലോ. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ വല്ലാത്ത വിഷമം കണ്ടിട്ട് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു, എന്താ അങ്ങയുടെ അലട്ടണ പ്രശ്നം? അങ്ങയുടെ മുഖത്ത് വല്ലാത്ത വിഷമം കാണുന്നുണ്ടല്ലോ. എന്താ വിഷമം? പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടോ നോക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേഗം തൻ്റെ ആ ദുഃഖം പറഞ്ഞു. തനിക്ക് കുട്ടികളൊന്നുമില്ല, ഒരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ള മോഹമുണ്ട്, തനിക്ക് അനന്തരാവകാശികളായിട്ട് ആരെങ്കിലും വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സന്യാസി തൻ്റെ ദിവ്യശക്തി കൊണ്ട് ആത്മദേവന് സന്താനഭാഗ്യം ഇല്ല എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ആത്മദേവന് പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? സന്താനഭാഗ്യം ഇല്ലാത്തൊരവസ്ഥ, അത് അദ്ദേഹത്തിന് ആലോചിക്കാനും കൂടി പറ്റണില്ല. സന്യാസി വീണ്ടും ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുകയാണ്. സന്യാസി പറയാണ്, സന്താനങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണ്. ഈശ്വരൻ ആ ഭാഗ്യം നിഷേധിക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. സന്താനം ഉണ്ടായാലും സത്സന്താനങ്ങളെ കൊണ്ട് മാത്രമല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഈശ്വരൻ ഏത് രീതിയിലുള്ള ജീവിതമാണോ തന്നിരിക്കണത് അതുകൊണ്ട് നാം സംതൃപ്തരാവണം. അങ്ങനെയൊക്കെ ഉപദേശിച്ചു നോക്കിയിട്ടും ആത്മദേവൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരമില്ല. അതൊട്ടും കുറഞ്ഞില്ല. അവസാനം ആത്മദേവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് സന്യാസി ആത്മദേവൻ ഒരു മാമ്പഴം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സത്യം, ദയ, ദാനം, ശുചിത്വം, ഈ ഗുണങ്ങളെല്ലാം രണ്ടുപേരും, ഭാര്യയും ഭർത്താവും രണ്ടുപേരും കാത്തു സൂക്ഷിക്കണം. 1 കൊല്ലം രണ്ടുപേരും ഒരു നേരെ ഭക്ഷണം കഴിക്കാവൂ. ഇതൊക്കെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഈ പഴം പത്നിക്ക് കൊടുത്തോളൂ, അങ്ങേക്ക് പുത്രൻ ഉണ്ടാവും. ആത്മദേവൻ അങ്ങോട്ട് സന്തോഷമായി. കാരണം അദ്ദേഹത്തിന് ഈ വ്രതത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ വ്രതങ്ങളൊക്കെ പലപ്പോഴും അനുഷ്ഠിക്കുന്നതാണേനും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സന്തോഷമായി. അദ്ദേഹം വേഗം സന്യാസിയെ നമസ്കരിച്ചു. എന്നിട്ട് പഴവും കൊണ്ടുപോയി. വീട്ടിലെത്തിയിട്ട് ആ പഴം വേഗം ദുന്ധുലിയെ ഏൽപ്പിച്ചു. നീ ഇത് കഴിക്കണം. പിന്നെ സന്യാസി പറഞ്ഞിരിക്കുന്ന വ്രതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരാ പഴമൊക്കെ വാങ്ങി. പക്ഷെ അവർക്ക് വലിയ വിഷമമായി. കാരണം ഗർഭിണി ആവാതിരിക്കണത് അവർ വലിയ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമായിട്ടാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് കുട്ടികൾ വേണമെന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചാൽ മതി. കാരണം അവനവൻ്റെ സൗന്ദര്യവും അവനവൻ്റെ ഇപ്പോഴത്തെ ജീവിതമൊക്കെ അങ്ങോട്ട് മാറി മറയണത് അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ്, ഗർഭിണിയായാൽ എൻ്റെ വയറ് വീർക്കും, എൻ്റെ ആകെയുള്ള സൗന്ദര്യം പോവും, ഞാൻ വല്ലാതെ തടിക്കും ചിലപ്പോൾ. പിന്നെ എല്ലാം കൊണ്ടും ഈ 10 മാസം എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടത്. ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ പറയണോ, അതന്നെ പറ്റുമോയെന്നറിയില്ല. പിന്നെ വേറെ വയ്യായകൾ വേറെ. ഇതെല്ലാം അനുഭവിച്ചിട്ട് വേണ്ടേ ഇപ്പോൾ ഈ 10 മാസം കഴിഞ്ഞ് ഞാൻ പ്രസവിക്കാൻ? വലിയ ബുദ്ധിമുട്ടാണത്. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഇത് ഈ പഴം എന്താ ചെയ്യുക? ഇതിപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനത് വിഷമാവും. അപ്പോൾ അത് ദുന്ധുലിക്ക് അത്ര ഇഷ്ടമല്ല. അദ്ദേഹത്തിന് അങ്ങനെ വിഷമാവണത് അത്രയ്ക്കാണ്ട് ഇഷ്ടമല്ല. അപ്പോൾ അനിയത്തി അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അനിയത്തിയെ വിളിച്ചു. അവരെയും ഈ നാട്ടിലേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ വേഗം വിളിച്ചു. എന്താ ഇപ്പോൾ ഇത് ചെയ്യുക? ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. എൻ്റെ കയ്യിലിപ്പോൾ ഒരു പഴം കൊണ്ട് തന്നിരിക്കുന്നു. ഇത് ഞാൻ കഴിക്കണം എന്നാണ് പറയണേ. കഴിച്ചാൽ ഞാൻ എന്തായാലും ഗർഭിണിയാവും. കാരണം ഇതൊരു ദിവ്യനായ സന്യാസി കൊടുത്തതാണ്. അതിനെന്തെങ്കിലും ഫലമില്ലാണ്ടിരിക്കില്ല. അപ്പോൾ എനിക്ക് പ്രസവിക്കാനൊന്നും വയ്യ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ആ സമയത്ത് ഈ അനിയത്തിക്ക് ഇങ്ങനെ ഗർഭമുണ്ടോ എന്നൊരു സംശയമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അനിയത്തി പറഞ്ഞു, എന്തായാലും നല്ല കുബുദ്ധിയാണ് അവർ, കുരുട്ടുബുദ്ധി അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, എൻ്റെ ഭർത്താവിന് കുറച്ച് പൈസയൊക്കെ കൊടുത്താൽ ഞാൻ ഗർഭിണിയാണിപ്പോൾ. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ പയ്യന് കൊടുത്തോളൂ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഗർഭിണിയാണെന്നൊക്കെ നടിച്ചു തുടങ്ങുക. കുറച്ച് നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും. ഒരു 4-5 മാസമായാൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി വയറൊക്കെ വീർപ്പിച്ച് അങ്ങനെയൊക്കെ കുറച്ച് വയ്യായൊക്കെ നടിച്ച് അങ്ങനെയൊക്കെ നടക്കുക. അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു 6-7 മാസം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള നിലയിൽ എൻ്റെ അടുത്തേക്ക് പോരും. എന്നിട്ട് എൻ്റെ പ്രസവം കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് നല്ലോണം സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ കുട്ടിയെ നിങ്ങൾക്ക് തരും. അങ്ങനെ എൻ്റെ കുട്ടി മരിച്ചുപോയി എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. എന്നിട്ട് ആ സങ്കടം മാറാൻ ചേച്ചിയുടെ കുട്ടിയെ എടുത്ത് വളർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് ആ കുട്ടിയെ വളർത്താൻ സഹായിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വന്ന് നിൽക്കാം. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി ആ കുട്ടിയെ എന്നിട്ട് വളർത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ദുന്ധുലിക്ക് വലിയ സന്തോഷമായി.
കാരണം അഭിനയിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഭർത്താവിനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവനവൻ്റെ പാട്ടിലാക്കാൻ വലിയ മിടുക്കിയാണ് അവർ. ആ പഴം എന്തായാലും അവർ പയ്യന് കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഗർഭിണിയാണ് എന്നങ്ങോട്ട് പാട്ടാക്കി. എന്നിട്ട് അതിൻ്റെ വയ്യായൊക്കെ നടിച്ചു തുടങ്ങി, ഛർദി ഉണ്ടോയെന്ന് നടിച്ചു തുടങ്ങി. അങ്ങനെ എല്ലാവിധ വയ്യായകളും മേലൊന്നും വേദനിച്ചിട്ട് വയ്യ, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് നടിച്ചു തുടങ്ങി. ആത്മദേവൻ അങ്ങോട്ട് സന്തോഷമായി. എന്തായാലും ആ ദിവ്യൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് എന്തായാലും ഭാര്യ ഗർഭിണിയായല്ലോ. എന്തായാലും അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം എല്ലാ ദാനവും ഒക്കെ ബ്രാഹ്മണർക്ക് ദാനങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആ വ്രതമൊക്കെ നന്നായിട്ട് നോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ ഭാര്യയും നോക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. അവരതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള നാട്യത്തിലാണ് ഇനി നടക്കുന്നത്. അങ്ങനെ ഒരു 4-5 മാസമൊക്കെ ആയപ്പം ഇവരുടെ വയറ് വീർത്തു വന്നു തുടങ്ങി. അത് അവരെന്തൊക്കെയോ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ അഭിനയിച്ചു തുടങ്ങി. ആ സമയത്ത് തന്നെ തൊഴുത്തിൽ പയ്യന് കൊടുത്തിട്ടുണ്ടല്ലോ പഴം, ആ പയ്യും ഗർഭിണിയായി. അതിനും ഏകദേശം ഇതേപോലെ തന്നെ ഇതേ സമയത്ത് തന്നെയാണ് അതും ഗർഭിണിയായിരിക്കണേ. അങ്ങനെ ഇവരൊരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തീരെ വയ്യ, അതുകൊണ്ട് ഇവിടെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് പതുക്കെ അനിയത്തിയുടെ വീട്ടിൽ പോയി. അങ്ങനെ അവിടെ ചെന്ന് അനിയത്തിയുടെ ഭർത്താവിനെ നല്ലോണം കാശൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് നിർത്തി. അനിയത്തിയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദുന്ദുലി പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും ആത്മദേവൻ അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ വയ്യ. ആൺകുട്ടിയാണേനും. അപ്പോൾ എന്തായാലും അവനവനൊരു അനന്തരാവകാശിനിയായി, ഉണ്ണി തന്നെയാണല്ലോ. വലിയ സന്തോഷമായി. എല്ലാവിധ ദാനങ്ങളും അതുപോലെ എല്ലാ സത്കർമ്മങ്ങളും നടത്തി തുടങ്ങി. ആ സന്തോഷം കൊണ്ട് എല്ലാവരെയും ക്ഷണിച്ച് ഒരു ആഘോഷമാക്കി തീർത്തു. ഇവിടെ കുട്ടിയുടെ ജാതകർമ്മം, പേരിടൽ, അങ്ങനെ എല്ലാ സത്കർമ്മങ്ങളും ചെയ്തു. ഇതേ സമയത്ത് തന്നെ, ഏകദേശം ഇവർ പ്രസവിച്ച അതേ സമയത്ത് തന്നെ തൊഴുത്തിൽ ആ പയ്യും പെറ്റു. ആ പയ്യ് പെറ്റതും ഒരു ആൺകുട്ടിയാണ്, ഒരു മനുഷ്യക്കുട്ടിയാണ്, ആൺകുട്ടിയാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെവി മാത്രം പയ്യൻ്റെയാണ്, ബാക്കിയെല്ലാം മനുഷ്യനാണ്. കാരണം ആ മാമ്പഴം തിന്നിട്ടുണ്ടായ കുട്ടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ആ കുട്ടിയെ കണ്ടാൽ ഒരു ദിവ്യനാണെന്നേ തോന്നുള്ളൂ. എന്തൊരു ദിവ്യത്വവും എന്തൊരു കൗതുകമാണ് ആ കുട്ടിയെ കാണാനെന്നറിയോ. ആ കുട്ടിയെയും ആത്മദേവൻ വേഗം എടുത്തുകൊണ്ടെന്ന് അവനവൻ്റെ കുട്ടിയായിട്ട് തന്നെ കണക്കാക്കി. അപ്പോൾ ഈ 2 കുട്ടികളുടെയും ജാതകർമ്മവും പേരിടലും ഒക്കെ ഒരുമിച്ചാണ് നടത്തണേ. അപ്പോൾ ദുന്ദുലിയുടെ കുട്ടിക്ക് ദുന്ദുകാരി എന്നും പേരിട്ടു. ഈ പയ്യൻ്റെ കുട്ടിക്ക് ഗോകർണൻ എന്നും പേരിട്ടു. ഗോകർണൻ എന്ന് പറഞ്ഞാൽ ഗോവിൻ്റെ കർണമുള്ളവൻ. അപ്പോൾ ചെവി പയ്യൻ്റെ ആയതുകൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. ഈ 2 കുട്ടികളും നല്ല സന്തോഷമായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ഈ ഗോകർണൻ വലിയ ജ്ഞാനിയായി. എന്നുവെച്ചാൽ എല്ലാം പഠിപ്പിക്കണതൊക്കെ വേഗം പഠിക്കും. വേദവും ഉപനിഷത്തുക്കളും ഒക്കെ ഈ ആത്മദേവനെ പോലെ തന്നെ വളരെ പെട്ടെന്ന് പഠിച്ച് അവൻ വലിയ പണ്ഡിതനായി തീർന്നു. എന്നാൽ ദുന്ദുകാരിയോ ഒരു വസ്തുവും പഠിക്കില്ല, ഒന്നും പഠിക്കില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു ഹരാണ്. ഇങ്ങനെ ഒരു പുത്രൻ ഇല്ലാതിരിക്കുകയായിരുന്നു ഭേദം എന്ന് ആത്മദേവന് തോന്നിത്തുടങ്ങി. അദ്ദേഹം ആ സന്യാസി പറഞ്ഞതൊക്കെ അപ്പോഴാണ് ഓർക്കണേ. ഇതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് എനിക്ക് പുത്രഭാഗ്യമില്ല, അത് ഈശ്വര നിശ്ചയമാണ് എന്നുള്ളത് പറഞ്ഞത്. എന്നെക്കൊണ്ട് ഇത്രയും
ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ വാശി കൊണ്ടല്ല ഇപ്പം ഇങ്ങനൊരു കുട്ടി ഉണ്ടായത്. വല്ലാത്ത സങ്കടമായി അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സങ്കടം കണ്ടിട്ട് ഗോകർണൻ പറഞ്ഞു അദ്ദേഹത്തിനോട് വനത്തിലേക്ക് പോയിക്കോളാൻ. ഇവിടുന്ന് വിട്ടുപോയിക്കോളൂ, ഇവിടുത്തെ ഈ സങ്കടത്തിൽ നിൽക്കണ്ട, ഇതുകൊണ്ട് അങ്ങേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടേ വരുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മദേവൻ ആ വീട് വിട്ട് വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വനത്തിൽ പോയിട്ട് അദ്ദേഹത്തിനാണെങ്കിൽ ഭാഗവത പാരായണം, അതുപോലെ രാമായണം വായന, ഇങ്ങനെ പല പുരാണങ്ങളും വായിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ അതൊക്കെ വായിച്ച് അവസാനം അദ്ദേഹം ഭഗവത് പാദത്തിൽ തന്നെ ചേർന്നു. ഈ ഗോകർണനും ഇതുപോലെ കുറച്ചുകൂടി വലുതായപ്പം വീട് വിട്ടിറങ്ങി അദ്ദേഹം പല നാടുകളിലും ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. എന്നാൽ ദുന്ധുകാരി തൻ്റെ ദുഷ്ടതകളൊക്കെ വലുതായി വരുന്നതോറും കൂടുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന് വേണ്ടി എന്ത് വേണം ചെയ്യും, മോഷ്ടിക്കുകയും ചെയ്യും, പിടിച്ചു പറിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവിധ ദുസ്വഭാവങ്ങളും ഉള്ള ഒരാളായിട്ട് അയാൾ വളർന്നു വന്നു. ആ കുട്ടി അവസാനം അമ്മയടക്കം ദ്രോഹിക്കാൻ തുടങ്ങി. പൈസ പറഞ്ഞ പോലെ തന്നില്ലെങ്കിൽ അമ്മയെ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരുടെ സൗന്ദര്യമൊക്കെ നശിച്ചു. അവർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതി വന്നപ്പോൾ അവരുടെ ജീവിതം സ്വയം അവസാനിപ്പിച്ചു. കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു അവർ. അപ്പോൾ ദുന്ധുകാരിക്ക് കൂടുതൽ സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ ഒരു ശല്യമില്ലല്ലോ വീട്ടിൽ, ആരെ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാം. അങ്ങനെ അയാൾ കുറേ സ്ത്രീകളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവരാണെങ്കിൽ ഈ ദുന്ധുകാരിയേക്കാൾ ദുഷ്ടത ചെയ്യണ ആൾക്കാരാണ്. അത്രയ്ക്ക് ദുഷ്ടകളാണ് അവർ. പക്ഷെ അവർ നല്ല സ്നേഹമൊക്കെ നടിച്ച് നിന്നു ദുന്ധുകാരിയോട്. കാരണം അയാൾ കൊണ്ടുവരുന്ന പൈസയൊക്കെ ഇപ്പോൾ ഇവരുടെ കയ്യിലെത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് വളരെ സ്നേഹം നടിച്ച് നിന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ കൂടുതൽ മോഷണം തുടങ്ങി. വലിയ വീടുകളിൽ കയറി മോഷ്ടിച്ചു തുടങ്ങി. എത്രത്തോളം മോഷ്ടിക്കണോ അത്രത്തോളം ഇവർ അതിനെ പ്രശംസിക്കാനും തുടങ്ങി. നല്ല കാര്യമാണ് ചെയ്യണേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അയാൾക്ക് കൂടുതൽ അതിന് ഉത്സാഹം കൂടി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇയാൾ കൊട്ടാരത്തെ കയറി മോഷ്ടിച്ചു. കുറേ ആഭരണവും കുറേ പൈസയും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൈ കൊടുത്തു. അപ്പം ഇവർ പറഞ്ഞു, ഇനി നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. ഇയാളെ തപ്പിയിട്ട് എന്തായാലും ഭടന്മാർ വരും. അപ്പോൾ ഇയാളെ പിടിക്കുമ്പോൾ ഇയാൾ എന്തായാലും സത്യം വിളിച്ചു പറയും. എവിടെയാണ് മുതലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നമ്മളുടെ പേര് പറയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയാൽ പോലും ഇയാൾ പറഞ്ഞിട്ട് നമ്മളെ ഭടന്മാർ പിടിക്കും. അങ്ങനെ ഇതുവരെ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ മുതൽ മുഴുവൻ നമ്മൾ കൊട്ടാരത്തിൽ കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, നമുക്ക് നല്ല ശിക്ഷയും കിട്ടും. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോയിക്കൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇയാളിനി പറയാതിരിക്കാൻ എന്താ വഴി? ഇയാളെ കൊല്ലുക. അങ്ങനെ ഇവരെല്ലാവരും വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ഈ ദുന്ധുകാരിയെ കൊല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഫലം ആ ഒരൊറ്റ ദിവസം കൊണ്ട് അയാൾ അനുഭവിക്കുകയാണ്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വല്ല സദ്ഗതിയുണ്ടോ? ഇല്ല. അയാൾ ഗതി കിട്ടാത്ത ഒരു ആത്മാവായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ പല ശരീരങ്ങളിലും കയറി അവരെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങി. അങ്ങനെ ആ നാട്ടിൽ ഈ പ്രേതശല്യം കൊണ്ട് ആർക്കും ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതി വന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗോകർണൻ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തണേ. അപ്പോഴാണ് വീട്ടിൽ വന്നപ്പോൾ അമ്മ മരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഈ ദുന്ധുകാരിയും മരിച്ചുപോയി. അതുമാത്രമല്ല, ആ കൊന്ന സ്ത്രീകൾ അവിടുന്ന് എല്ലാം എടുത്ത് വീട് വിടുകയും ചെയ്തു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഗോകർണന് വല്ലാത്ത വിഷമായി. എന്തായാലും ഈ മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് അമ്മയ്ക്കും അതുപോലെ ദുന്ധുകാരിക്കും ഒക്കെ വേണ്ടിയിട്ട് ഗയാശ്രാദ്ധം മൂട്ടി. അങ്ങനെ
അച്ഛൻ മരിച്ചു എന്ന് അറിഞ്ഞു. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടും ശ്രാദ്ധം കൂട്ടി. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും മരിച്ചു കഴിഞ്ഞവർക്ക് ചെയ്യേണ്ട എല്ലാ സത്കർമ്മങ്ങളും ചെയ്തു. ഗായത്രി തർപ്പണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നല്ല 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 സത്കർമ്മങ്ങളെല്ലാം ഗോകർണൻ ചെയ്തു. എന്നിട്ടും ഈ ദുന്ധുകാരിയുടെ പ്രേതശല്യം ആർക്കും തടുക്കാൻ പറ്റണില്ല. അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഗോകർണൻ്റെ അടുത്ത് വരികയാണ് ഈ ദുന്ധുകാരി. എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവില്ല ഗോകർണന്. അപ്പോൾ ഗോകർണൻ കുറച്ച് തീർത്ഥം എടുത്തിട്ട് ആ ശബ്ദം കേട്ടയിടത്തേക്ക് തളിച്ചു. അപ്പോൾ ആ ദുന്ധുകാരിക്ക് വർത്തമാനം പറയാൻ പറ്റി തുടങ്ങി. അങ്ങനെ ദുന്ധുകാരി പറയാണ്, ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഫലമാണ് ഗോകർണ ഞാനിപ്പോൾ അനുഭവിക്കണത്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്ക് പറ്റും, നീ വലിയ ജ്ഞാനിയല്ലേ, നിനക്ക് പറ്റും എന്നെ രക്ഷിക്കാൻ. നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോകർണനും വലിയ വിഷമായി. ഗോകർണൻ പല ജ്ഞാനികളുടെ അടുത്ത് അന്വേഷിച്ചു, എന്താ ഇപ്പോൾ ഇതിന് ചെയ്യേണ്ട പരിഹാരം. അങ്ങനെ പലരും പറഞ്ഞു കൊടുത്തു, സപ്താഹം നടത്തുക, ഭാഗവത സപ്താഹം നടത്തുക. ഭാഗവതം കൊണ്ട് ഏത് രീതിയിലുള്ള ആത്മാക്കൾക്കും ഗതി കിട്ടും. അവർ വിഷ്ണു ലോകത്തിലെത്തും, വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ ലയിക്കും, വിഷ്ണു ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തും എന്ന് പലരും ഉറപ്പിച്ചു പറഞ്ഞു. ഗോകർണനും അതുതന്നെയാണ് മനസ്സിൽ തോന്നിയത്. അങ്ങനെ ഗോകർണൻ സപ്താഹം നടത്താൻ തീരുമാനിക്കുകയാണ്. ഈ ദുന്ധുകാരിയോട് അവിടെ ഒരു മുളയുടെ ഉള്ളിൽ 7 മുട്ടുകളുള്ള ഒരു മുളയുടെ ഉള്ളിൽ ഇരുന്നോളാൻ പറയാം. അങ്ങനെ ദുന്ധുകാരി ഒരു പുകമറയായിട്ട് ആ മുളയുടെ ഉള്ളിൽ കയറിയിരുന്നു. ഓരോ ദിവസത്തെയും സപ്താഹം വായന കഴിയും. ഓരോ ദിവസത്തെയും വായന കഴിയുമ്പോൾ 7 ദിവസം ഉണ്ടല്ലോ വായന. ഓരോ ദിവസത്തെയും വായന കഴിയുമ്പോൾ ഇതിൽ ഓരോ മുട്ടായിട്ട് പൊട്ടും. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദുന്ധുകാരി ഒരു ദിവ്യ രൂപത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. പീതാംബരം ധരിച്ചിട്ടുണ്ട്, തുളസിമാല അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ പോലെയാണ് ദുന്ധുകാരി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് ഭാഗവതം വളരെ ശ്രദ്ധയോടെ കേട്ടാൽ ആരായാലും ഭഗവാനായിത്തീരും എന്നുള്ളതാണ് ഇത് കാണിക്കണേ. അങ്ങനെ ഭഗവാന്റെ ആ രൂപത്തിലാണ് ദുന്ധുകാരിയെ പിന്നെ അവിടെ എല്ലാവരും കാണുന്നത്. എന്നിട്ട് ദുന്ധുകാരിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിഷ്ണു പാർഷദന്മാരൊരു വിമാനം കൊണ്ടുവരികയാണ്. അങ്ങനെ ആ വിമാനത്തിൽ കയറ്റി ദുന്ധുകാരി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഗോകർണന് വലിയ വിഷമായി. കാരണം ഇവിടെ എല്ലാവരും എത്ര പേരാണ് കേട്ടോണ്ടിരിക്കണേ, ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ദുന്ധുകാരിയെ മാത്രം വിഷ്ണു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ എന്താ കാരണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി കൊണ്ടാണ് കാണുന്നത് ഈ വിമാനം വന്നിറങ്ങണതും ദുന്ധുകാരിയെ കൊണ്ടുപോകണതൊക്കെ. അപ്പോൾ അങ്ങനെ ആ ദിവ്യത്വം കൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷ്ണു പാർഷദന്മാരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ദുന്ധുകാരിയെ മാത്രം കൊണ്ടുപോകണേ? ഇവിടെ എല്ലാവരും ഇല്ലേ, അപ്പോൾ എന്താ ഇവരെയൊക്കെ ഒന്നും കൊണ്ടുപോകാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, അത് ശ്രദ്ധയോടെ കേൾക്കണതിൻ്റെ വ്യത്യാസമാണ്. ഈ ദുന്ധുകാരിക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറണം, വിഷ്ണു പാദം പൂകണം എന്നുള്ള ഒറ്റ ചിന്തയിൽ ഈ സപ്താഹം എത്രയോ ശ്രദ്ധയോടെ, 100% ശ്രദ്ധയോടെയാണ് കേട്ടിരുന്നത്. പക്ഷെ ബാക്കിയുള്ളവരൊന്നും അത്ര ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല. അത്രയും ശ്രദ്ധയോടെ കേട്ടാൽ എല്ലാവരെയും വിഷ്ണു ലോകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പ് കൊടുത്തു അവർ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തുകയാണ്. അങ്ങനെ ആ സപ്താഹം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. കാരണം വിഷ്ണു ലോകത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും അതിനൊരു മോഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ ശ്രദ്ധയോടെ ദുന്ധുകാരി ഏതൊരു രീതിയിലാണോ ശ്രദ്ധിച്ചിരുന്നത് അതേ ശ്രദ്ധയോടെ എല്ലാവരും കേട്ടു. ഗോകർണൻ അതേ ശ്രദ്ധയോടെ വായിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ
വിഷ്ണു ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് ഈ കണ്ട ആളുകളെ മുഴുവനും അതുപോലെ ഗോകർണനെയും എല്ലാവരെയും കൂടിയിട്ട് വിമാനത്തിൽ കയറ്റി തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് സപ്താഹശ്രവണം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫലം. സപ്താഹം വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചാൽ, വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ നമ്മൾ എല്ലാവരും ഭഗവാൻ തന്നെ ആയിത്തീരും എന്നുള്ളതാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതാണ് സപ്താഹശ്രവണത്തിൻ്റെ മഹത്വം. അങ്ങനെ ഈ കഥ നമുക്ക് അമ്മയുടെയും ഭഗവാന്റെയും പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നിർത്താം. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.